നമസ്കാരം. ദർശന ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വിരുന്നിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിരുന്നിൻ്റെ ടീം ഇപ്പോഴുള്ളത് UAE അബുദാബിയിലാണ്. ഇന്ന് വിരുന്നിൻ്റെ അതിഥി എന്ന് പറയുന്നത് അബുദാബിയിലെ കലൂർ മെഡിക്കൽ ക്ലിനിക് എന്ന വളരെ പ്രശസ്തമായ ഒരു ദന്തൽ ക്ലിനിക്കാണ്. അതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ജോസ് തോമസ് ആണ് ഇന്ന് നമ്മുടെ അതിഥി. അദ്ദേഹം ഒരു ഡോക്ടറിനേക്കാൾ ഉപരി UAE മലയാളികൾക്ക്, പ്രത്യേകിച്ച് അബുദാബിയിലെ മലയാളികൾക്ക് അറിയാൻ സാധിക്കുന്നത് അദ്ദേഹം ഒരു ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ടീച്ചർ കൂടിയാണ്. വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യാം ഡോക്ടർ ജോസ് തോമസിൻ്റെ വിരുന്നിലേക്ക്. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. ഡോക്ടർ, ആദ്യം തന്നെ വളരെ സന്തോഷം തോന്നുന്നു. കാരണം കലൂർ മെഡിക്കൽ സെൻറ്റർ എന്ന താങ്കളുടെ ദന്തൽ ക്ലിനിക് UAE പ്രത്യേകിച്ച് അബുദാബിയിലെ എല്ലാ പ്രവാസി മലയാളികൾക്കും അതിനേക്കാൾ ഉപരി ഒരുപാട് വിദേശ രാജ്യങ്ങളിലുള്ള പേഷ്യൻസിനുമൊക്കെ ഗുണകരമായി നിൽക്കുന്നൊരവസ്ഥയാണ്. താങ്കൾ ഒരു ഡോക്ടർ, അതിനപ്പുറം ഒരു അധ്യാപകൻ കൂടിയാണ് ആർട്ട് ഓഫ് ലിവിങ്. എങ്ങനെയായിരുന്നു താങ്കൾ ഈ കലൂർ മെഡിക്കൽ സെൻറ്റർ എന്ന ഒരു ദന്തൽ ക്ലിനിക്ക് തുടങ്ങാനുണ്ടായ സാഹചര്യം, ഒരു പ്രവാസ ജീവൻ തുടങ്ങുന്ന കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വിശദമാക്കും? ഞാൻ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ ഡെൻറ്റിസ്ട്രി പഠിച്ചു. പഠിത്തം കഴിഞ്ഞ് അവിടെ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തു. അവിടെ തന്നെ അധ്യാപകനായിട്ട് ജോലി ചെയ്യുന്ന സന്ദർഭത്തിൽ വിവാഹം കഴിഞ്ഞു. വിവാഹത്തിന് ശേഷം വിദേശത്തേക്ക് വരാനുള്ളൊരു ചാൻസ് എൻ്റെ സഹോദരൻ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ വിദേശത്ത് വന്ന് ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ കുറേ നാൾ ഡെൻറ്റിസ്റ്റായിട്ട് ജോലി നോക്കി. ആ സമയത്ത് എനിക്കൊരു ഓപ്പണിങ് ഈ കല്ലൂർ മെഡിക്കൽ സെൻറ്ററിലേക്ക് വരാനായിട്ടുള്ള ഒരു സാഹചര്യം കിട്ടി. അങ്ങനെ ഞാൻ ഈ കല്ലൂർ മെഡിക്കൽ സെൻറ്ററിലേക്ക് വന്ന് ജോയിൻ ചെയ്തു. അവിടുന്ന് ഞങ്ങൾ ക്ലിനിക്കിലെ കാര്യങ്ങൾ, പേഷ്യൻസിനെ നോക്കാനുള്ള പടിപടിയായിട്ട് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിച്ചു. കല്ലൂർ മെഡിക്കൽ സെൻറ്ററിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും എൻ്റെ വൈഫും ഷീസ് ഓൾസോ ഡെൻറ്റിസ്റ്റ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി പ്രാക്ടീസ് ചെയ്യുന്നു. ഞങ്ങൾ രാവിലെയും വൈകിട്ടും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. കോളേജ് ജീവിതം കഴിഞ്ഞിട്ട് ഇവിടെ വരുമ്പോൾ പ്രവാസ ജീവിതത്തിൽ വളരെയധികം അനുഭവങ്ങൾ നമുക്കുണ്ട്. പല പല രാജ്യങ്ങളിൽ നിന്നുള്ള വിവിധ തരത്തിലുള്ള രോഗികൾ, അവരുടെ അനുഭവങ്ങൾ, അവരുടെ ജീവിത അനുഭവങ്ങളും അവരുടെ സംസ്കാരങ്ങളും പലതും നമുക്ക് വളരെയധികം അനുഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രാക്ടീസുകൾ എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം, എന്തായിരിക്കണം നമ്മുടെ പ്രാക്ടീസിൻ്റെ ഉദ്ദേശം, അല്ലെങ്കിൽ പ്രാക്ടീസ് കൊണ്ട് നമ്മൾക്ക് എന്താണ് പേഷ്യൻസിന്, എങ്ങനെ പേഷ്യൻസ് സന്തോഷമായിട്ട് പോകുന്നൊരവസ്ഥയിലേക്ക് എങ്ങനെ വരാം, ആ രീതിയിലുള്ള പല കാര്യങ്ങളും ഈ പ്രവാസ ജീവിതത്തിൽ പലതരം രാജ്യക്കാരിൽ നിന്ന് നമുക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു ദന്ത സംരക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, പ്രധാനപ്പെട്ട ട്രീറ്റ്മെൻറ്റുകൾ എന്തൊക്കെയാണെന്ന് വിശദമാക്കണം. പ്രധാനമായിട്ട് നമുക്ക് കൂടുതൽ അസുഖങ്ങൾ വരാതിരിക്കാനായിട്ട് കെയർ ചെയ്യുക, അതാണ് പ്രൈമറി ആയിട്ട് വേണ്ടത്. കാരണം പ്രോപ്പറായിട്ടുള്ള ബ്രഷിങ്, പ്രോപ്പറായിട്ടുള്ള മെയിൻ്റനൻസ് ട്രീറ്റ്മെൻറ്റുകൾ, ചെക്കപ്പ്. ഫോർ എക്സാമ്പിൾ നമ്മൾ സാധാരണ ഡെൻ്റൽ ചെക്കപ്പ് ഒരു 6 മാസത്തിൽ ഒരു പ്രാവശ്യം വെച്ച് ഡെൻ്റൽ ചെക്കപ്പ് ചെയ്യേണ്ടതാണ്. കാര്യം പറഞ്ഞാൽ തുടക്കത്തിലുണ്ടാവുന്ന മോണരോഗമാണെങ്കിലും അതല്ലെങ്കിൽ ഡെൻ്റൽ കേരീസ്, പല്ലിലൊക്കെ വരുന്ന തേയ്മാനം വരുന്നതാവാം, അല്ലെങ്കിൽ പല്ലിൽ കീട വരുന്നതാവാം. ഈ കേരീസ് വരുന്നതാണെങ്കിലും തുടക്കത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ എഫിഷ്യൻ്റായിട്ട് അത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അസുഖം വരാത്ത രീതിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. എന്നാൽ നമ്മൾ കുറച്ച് ഇഗ്നോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ആ കേട് വന്നിട്ട് വേദനയായി, നീരായി, അതല്ലെങ്കിൽ ആപ്സിസായി. അപ്പം അങ്ങനെ വരുമ്പോൾ ട്രീറ്റ്മെൻറ്റും ബുദ്ധിമുട്ടാണ്, അതുപോലെ തന്നെ പല്ലിൻ്റെ സ്ട്രക്ചറും കുറച്ച് ഡാമേജായി പോകും. ഡോക്ടർ, ഇംപ്ലാന്റ് എന്നൊരു വാക്ക് നമ്മളിപ്പോൾ കുറേ കാലമായി കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്താണ് ഇംപ്ലാന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് പോലുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണോ, അതോ അതിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? നമ്മളൊരു പല്ല് പറിച്ചു പോയി നമ്മുടെ മോണയിൽ പല്ലില്ലാത്ത ഭാഗത്ത് നമ്മൾ റൂട്ടിന് പകരം ഒരു മെറ്റൽ പീസ് ഇൻസേർട്ട് ചെയ്ത് വെക്കുക. അത് ടൈറ്റാനിയം എന്നൊരു മെറ്റീരിയലാണ്, പണ്ട് കണ്ടുപിടിച്ചിട്ടുള്ള സാധനമാണ്. ടൈറ്റാനിയം നമ്മുടെ ബോണുമായിട്ട് ഫ്യൂസ് ചെയ്യും. അപ്പോൾ ബോണായിട്ട് ഒരു ഇൻറ്റഗ്രേഷൻ വന്നു കഴിഞ്ഞാൽ അതൊരു റൂട്ട് മാതിരി പല്ലിൻ്റെ
താടിയെല്ലിനകത്തേക്ക് നിൽക്കും. അപ്പോൾ അവിടെ നിന്ന് ആ റൂട്ടിനകത്തു നിന്ന് സപ്പോർട്ട് ചെയ്തിട്ട് പല്ലായിട്ട് വെക്കും. അതാണ് ഇംപ്ലാന്റ് എന്നുള്ള പ്രൊസീജിയർ. അതൊരു സർജിക്കൽ പ്രൊസീജിയറാണ്. അതായത് നമ്മുടെ മോണയിൽ പതുക്കെ റിഫ്ലക്റ്റ് ചെയ്തിട്ട് ബോണിനകത്തേക്ക് ഡ്രിൽ ചെയ്ത് ഈ ടൈറ്റാനിയം റൂട്ട് ഫോം ഫിക്സ് ചെയ്യും. അത് സ്റ്റെബിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ ബയോ ഇൻ്റഗ്രേഷൻ വരും. ഇൻ്റഗ്രേഷൻ വന്നു കഴിഞ്ഞാൽ അതിനകത്തേക്ക് നമ്മൾ പല്ല് ഫിക്സ് ചെയ്യും. പല്ല് സൂപ്പർ സ്ട്രക്ചർ, നമ്മുടെ പല്ല് സാധാരണ പല്ലുണ്ട്, ആ പല്ല് അങ്ങ് ഫിക്സ് ചെയ്യും. സെറാമിക് പല്ലാണ് സാധാരണ വെക്കുക. സെറാമിക് പല്ല് നമ്മുടെ സ്വന്തം പല്ലിൻ്റെ അതേ ഷേപ്പിലും അതേ ആകൃതിയിലും ഇരിക്കും. എന്താണ് താങ്കളുടെ അഭിപ്രായം? സ്മൈൽ ഡിസൈനിങ് എന്നാൽ എന്താണ്? അത്തരം സാധ്യതകൾ ഈ കലൂർ മെഡിക്കൽ സെൻ്ററിലുണ്ടോ? നമ്മുടെ ഈ സ്മൈൽ ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കുട്ടികളിൽ, പ്രത്യേകിച്ച് കുട്ടികളിലൊക്കെ പ്രായമായിട്ട് വരുമ്പം പല കുട്ടികൾക്കും പല്ലുകൾ നിരതെറ്റി കോമ്പല്ലായിട്ട് വരും. കോമ്പല്ല് മാറി നിൽക്കുന്നത് കാണാം. അപ്പം ഒരു ഓർഡറിലായിരിക്കില്ല. അപ്പോൾ അതെന്താ ചെയ്യണത്? നമ്മൾ ഈ ബ്രേസസ് ഇട്ട് പല്ല് കറക്റ്റ് ചെയ്ത് നിരയിലാക്കി കറക്റ്റ് ഓക്ലൂഷൻ ലെവലിലേക്ക് കൊണ്ടുവരും. അപ്പം സൗന്ദര്യം വർദ്ധിക്കും. ഫങ്ഷണലായിട്ടും വളരെ ക്ലിയർ ആയിരിക്കും. നമുക്ക് ഉപയോഗിക്കാനായിട്ട്, ചവയ്ക്കാനും അതുപോലെ സംസാരത്തിലും വ്യത്യാസങ്ങളൊന്നും വരില്ല. നല്ല ഒരു പ്രോപ്പർ ഓക്ലൂഷനിലേക്ക് വരും. അപ്പോൾ മുഖ സൗന്ദര്യം വർദ്ധിക്കും, നല്ലൊരു പേഴ്സണാലിറ്റിയിലേക്ക് വരും. പലപ്പോഴും യുവാക്കളിലാണ് കൂടുതലും കാണുന്നത്. പ്രായമായവരുണ്ടെങ്കിൽ തന്നെ യുവാക്കളാണ് ഈ ഒരു പ്രശ്നം പോലെ ഒരുപാട് ബുദ്ധിമുട്ടുന്നത്. ഇത്തരം സാഹചര്യത്തിൽ ഈ ഒരുപാട് ക്ലീനിങ്ങുകൾ, ഒരു ദന്തൽ ക്ലീനിങ്ങുകൾ ഒരുപാട് സാധ്യതകളുണ്ട്. താങ്കളുടെ അഭിപ്രായം, പുതിയ സാങ്കേതിക വിദ്യകൾ ഇതിൽ എന്തൊക്കെയുണ്ട്? അതായത് പുകവലി കൊണ്ടും അതുപോലെ തന്നെ ഭക്ഷണ രീതി കൊണ്ടും കൂടുതൽ ചായ കുടിക്കുന്ന, അതല്ലെങ്കിൽ അങ്ങനെയുള്ള ബിവറേജസ് കുടിക്കുന്നതുകൊണ്ട് നമ്മുടെ പായ്ക്കകത്ത് കറയുണ്ടാവും. അതുപോലെ തന്നെ മോണയ്ക്ക് അസുഖങ്ങളുണ്ടാകും. അത് ഈ മോണയിൽ പറ്റി പിടിച്ചിരിക്കുന്ന കാൽക്കുലസ് എന്ന് പറയുന്ന ആ ഒരു സാധനം അഴുക്ക് പിടിച്ചിരുന്നു കഴിഞ്ഞാൽ അത് താഴോട്ട് വളർന്ന് റൂട്ടിലേക്ക് വളർന്ന് നമ്മുടെ മോണയുടെ ബലം കുറഞ്ഞു വരും. മോണയുടെ ബലം കുറഞ്ഞു വരുമ്പോൾ പല്ലുകൾക്ക് ഇളക്കം സംഭവിക്കും. അത് ഗ്രാജുവലായിട്ട് പല്ലുകൾക്ക് വിടവുണ്ടാവും. അങ്ങനെ പല രീതിയിലേക്ക് അഗ്രവേറ്റ് ചെയ്ത് പോകും. ഇവിടെ ഈ പറഞ്ഞ രോഗങ്ങൾക്കൊക്കെ തന്നെയും ചികിത്സകളുണ്ടോ? ഏതൊക്കെ തരം ട്രീറ്റ്മെൻറ്റാണ് നമ്മളുള്ളത്? നമ്മുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വിശദമാക്കാം. സാധാരണ എല്ലാവിധ ഡെൻ്റൽ ചികിത്സകളും ഇവിടെയുണ്ട്. ഒരു ഇനീഷ്യലായിട്ട് സാധാരണ വരുന്ന എക്സ്ട്രാക്ഷൻസ് വളരെ ചുരുക്കമാണ്. ഇപ്പോൾ എക്സ്ട്രാക്ഷൻസ് പണ്ട് കാലത്ത് മാതിരിയുള്ള എക്സ്ട്രാക്ഷൻസ് ഇല്ല. അപ്പം കൂടുതൽ ആൾക്കാരും പല്ല് രക്ഷപ്പെടുത്തുന്നുള്ള ആൾക്കാരാണ്. അപ്പം കേടുവന്ന പല്ലുകൾ നോർമലായിട്ട് ഫില്ല് ചെയ്യാം. പലതരത്തിലുള്ള ഫില്ലിങ്സ് ഉണ്ട്. കോമ്പോസിറ്റ് ഫില്ലിങ്ങാണ് ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്നത് ഇപ്പോഴും. അതായത് പല്ലിൻ്റെ സെയിം കളറിലുള്ള പലതരത്തിലുള്ള ഫില്ലിങ്ങുകളുണ്ട്. പിന്നെ അടുത്ത പല്ല് കേടായി കഴിഞ്ഞാൽ ചെയ്യുന്ന ചികിത്സയാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ്. ഞാൻ അതിൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റാണ്. എൻഡോഡോണ്ടിക്സ് എന്നാണ് അതിന് പറയുക. അപ്പോൾ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ മാതിരി കേടുവന്ന് വേദന ആയിക്കഴിഞ്ഞാൽ പല്ലിൻ്റെ റൂട്ടിനകത്തുള്ള നെർവ് മുറിച്ച് ക്ലീൻ ചെയ്ത് അതൊരു ഹെർമെറ്റിക് സീൽ കൊടുക്കുക. അതായത് ആ റൂട്ടിനകത്തേക്ക് ഇൻഫെക്ഷൻ വരാത്ത രീതിയിലേക്ക് പല്ലടച്ച് വയ്ക്കുക. അതാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ പല്ല് ക്ലീൻ ചെയ്യുക, അതുപോലെ തന്നെ ഡെപ്പോസിറ്റ് ആവാതെ നോക്കുക. പിന്നെ അതുപോലെ തന്നെ പല്ല് പോയി കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞ മാതിരി ഇംപ്ലാന്റിൻ്റെ ചികിത്സയുണ്ട്. ഇംപ്ലാന്റ് വെക്കാം. അതും അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഇംപ്ലാന്റ് സർജറി എന്ന് പറയുമ്പോൾ ഭയങ്കര പേടിപ്പെടുത്തുന്നൊരു അനുഭവമാണെന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്. അങ്ങനെയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. എങ്കിലും ഭയമുള്ള ആൾക്കാർക്ക് ഒരു പല്ല് പോയി കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത പല്ലും കട്ട് ചെയ്തിട്ട് ബ്രിഡ്ജിങ് എന്ന് പറയും. 2 പല്ലുകൾ കട്ട് ചെയ്ത് കവർ ചെയ്തിട്ട് ആ കവറിലേക്ക് ഒരു പല്ല് കൂടി യോജിപ്പിച്ച് ബ്രിഡ്ജ് എന്ന് പറയാം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ആ ഫുൾ സെറ്റിലേക്ക് വരാം. അപ്പം നമുക്ക് നോർമലായിട്ട് ഒരു ഡെൻ്റൽ ഒക്ലൂഷനിലേക്ക് കൊണ്ടുവന്ന് അത് ചവയ്ക്കാനും അതുപോലെ തന്നെ സംസാരത്തിനും ഫങ്ഷനിലും എല്ലാം നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഡോക്ടർ, ഇപ്പോൾ താങ്കളൊരു ദന്തിസ്റ്റ് എന്നതിനേക്കാളപ്പുറം ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ഒരു ടീച്ചറായിട്ടാണ് പ്രത്യേകിച്ച് ഈ അബുദാബി മലയാളികൾക്കിടയിൽ അറിയപ്പെടുന്നത്. എങ്ങനെയായിരുന്നു ഈ ഒരു രംഗത്തേക്ക്? കാരണം നമുക്കറിയാം ശ്രീ രവിശങ്കർജിയുടെ നേതൃത്വത്തിലുള്ള ഈ ഒരു കൺസെപ്റ്റ് ലോകമെമ്പാടും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ്. താങ്കളുടെ അഭിപ്രായം, താങ്കൾ എങ്ങനെയാണ് ഈ രംഗത്തേക്ക് കടന്നത്? ഞാൻ ആർട്ട് ഓഫ് ലിവിങ്ങിലേക്ക് വരുന്നത് 2000-ലാണ്. എനിക്ക് ചെറിയ മെഡിക്കൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സ്, കൺസൾട്ടൻസ് ഉണ്ട്, മറ്റേ സെൻട്രൽ ഹോസ്പിറ്റൽ, മഫ്രൂഖ് ഹോസ്പിറ്റൽ, അവിടെ എല്ലാം പോയിട്ട് ചെക്ക് ചെയ്യുകയും സ്കാൻ ചെയ്യുകയും എക്സ്റേ ചെയ്യുകയും എല്ലാം ചെയ്തു. പക്ഷേ എനിക്ക് എൻ്റെ മെഡിക്കൽ പ്രശ്നങ്ങൾക്ക് ഒരു പൂർണ്ണമായ പരിഹാരം കിട്ടിയിരുന്നില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ഇങ്ങനൊരു സംവിധാനമുണ്ട്, ഒന്ന് പോയി ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ അന്ന് എനിക്ക് ഈ ആർട്ട് ഓഫ് ലിവിങ് എന്താണെന്നോ അതല്ലെങ്കിൽ ഈ ശ്രീ രവിശങ്കർ എന്താണെന്നോ എനിക്കറിയില്ല. ഞാൻ പോയിട്ട് ഈ പറഞ്ഞ പ്രോസസ്സ് ചെയ്തു. അതൊരു ബ്രീത്തിങ് പ്രോസസ്സാണ്. കുറച്ച് യോഗയുണ്ട്, കുറച്ച് എക്സസൈസ് ഉണ്ട്. അതിൽ
പിന്നെ അതിനെപ്പറ്റി പഠിച്ചു വന്നപ്പോൾ ബ്രീത്തിങ് എക്സസൈസാണ് അതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം. സുദർശന ക്രിയ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ബ്രീത്തിങ്, അതാണ് ഇതിൻ്റെ എസൻസ് ആയിട്ടുള്ള ഭാഗം. അപ്പം യോഗയും ഈ സുദർശന ക്രിയയും ഞാൻ റെഗുലറായിട്ട് എൻ്റെ ടീച്ചർ പറഞ്ഞൊരു 45 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്തു. ഞാൻ എൻ്റെ ഭക്ഷണ രീതികളിൽ മാറ്റം വരുത്തി. ഞാൻ 1.5 മാസത്തോളം കംപ്ലീറ്റ് വെജിറ്റേറിയൻ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഭക്ഷണ രീതിയിൽ മാറ്റം വരുത്തി. ഞാൻ ഈ യോഗയും ഈ ക്രിയയും ചെയ്ത സമയത്ത് 1 മാസം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അസുഖങ്ങൾക്ക് മാറ്റം വന്നു. എനിക്ക് കോൺഫിഡൻസ് വർദ്ധിച്ചു. ഞാൻ പിന്നെ അന്ന് മുതൽ ഇന്ന് വരെയും ഇത് കണ്ടിന്യൂ ചെയ്യുന്നു. ഡോക്ടർ, ഇപ്പോൾ നമ്മൾ ദന്തൽ മേഖലയെക്കുറിച്ച് സംസാരിച്ചു, ആർട്ട് ഓഫ് ലിവിങ്ങിനെ കുറിച്ച് സംസാരിച്ചു. ഇനിയിപ്പോൾ താങ്കളുടെ നാടും കുടുംബവും, താങ്കളുടെ നാട് എവിടെയാണ്, നാട്ടിലെ വിശേഷങ്ങൾ, വിദ്യാഭ്യാസ കാലഘട്ടം, കുടുംബം, താങ്കളുടെ ആരൊക്കെ UAE-ലുണ്ട്, നാട്ടിലുണ്ട്? എൻ്റെ വീട് എറണാകുളത്ത്. ഞാനിപ്പോൾ താമസിക്കുന്നത് തൃപ്പൂണിത്തുറയാണ്. ബേസിക്കലി ഞാൻ ഒറിജിനൽ സ്ഥലം എന്ന് പറയുന്നത് പിറവം എന്ന് പറയുന്ന സ്ഥലമാണ്. വളരെയധികം മൂവാറ്റുപുഴയാറിൻ്റെ തീരമാണ്. പ്രശാന്തസുന്ദരമായ ഒരു ഗ്രാമപ്രദേശമാണ്. വളരെയധികം പക്ഷി മൃഗാദികളും ഉള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ക്ലൈമറ്റുള്ളൊരു സ്ഥലമാണ്. അതിപ്പോൾ കുറേയെല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ എൻ്റെ പഠനം നടക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ BDS പഠിച്ചു. BDSന് ശേഷം അവിടെ പോസ്റ്റ് ഗ്രാജുവേഷൻ അവിടെ തന്നെ പഠിച്ചു. MDS അവിടെ തന്നെ പഠിച്ചു. അവിടെ കോളേജിൽ കുറേ വർഷം ഞാൻ അവിടെ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്തു, കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ തിരിച്ച് ഗൾഫിൽ വന്നു. ഗൾഫിൽ വന്നൊരു ഹോസ്പിറ്റലിൽ കുറച്ച് നാൾ ഡെൻറ്റിസ്റ്റായി വർക്ക് ചെയ്തു. അതിനുശേഷമാണ് എനിക്കിങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ ഈ കല്ലൂർ മെഡിക്കൽ സെൻ്ററിലേക്ക് ജോയിൻ ചെയ്തു. അത് ഞങ്ങളിങ്ങനെ റൺ ചെയ്യുന്നുണ്ട്. പലതരത്തിലുള്ള പേഷ്യൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. പല രാജ്യക്കാർ പേഷ്യൻസ് വരുന്നുണ്ട്. ഏകദേശം ഒരു 30-35 രാജ്യങ്ങളിൽ നിന്നുള്ള പേഷ്യൻസ് നമ്മുടെ ക്ലയൻസ് ആയിട്ടുണ്ട്. ഇതുവരെ പേഷ്യൻസിൻ്റെ ഭാഗത്തുനിന്ന് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നല്ല സന്തോഷമായിട്ട് പോകുന്നു. ദേ ആർ ഹാപ്പി. പിന്നെ പല റെഫറൻസ് കേസുകളും എനിക്ക് കിട്ടാറുണ്ട്. എൻ്റെ സ്പെഷ്യാലിറ്റിയിലുള്ള കേസുകൾ പല ഡോക്ടേഴ്സും ഫ്രണ്ട്സും ഒക്കെ റെഫർ ചെയ്യാറുണ്ട്. അങ്ങനെ സുഖമായിട്ട് ജീവിച്ചു പോകുന്നു. എൻ്റെ വൈഫും ഡെൻറ്റിസ്റ്റാണ്. എൻ്റെ കൂടെ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നു. എൻ്റെ കൂടെ തന്നെ പഠിച്ചാണ്. പോസ്റ്റ് ഗ്രാജുവേഷൻ ഞങ്ങൾ ഒന്നിച്ച് ഒരേ വർഷം തന്നെ ചെയ്തു. അപ്പോൾ ഷീ ഈസ് ഓൾസോ പ്രാക്ടീസിങ് വിത്ത് മീ. 2 കുട്ടികളാണുള്ളത്. മൂത്താൾ MBBS കഴിഞ്ഞു, ഡോക്ടറാണ്. രണ്ടാമത്തെ ആൾ ഫൈനൽ ഇയർ MBBSന് കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നു. ഞാൻ കല്ലൂർ മെഡിക്കൽ സെൻറ്ററിൽ 15 വർഷമായി ജോയിൻ ചെയ്തിട്ട്. ഞങ്ങൾ വേറൊരു ബിൽഡിങ്ങിലായിരുന്നു. ഇപ്പോൾ ഇങ്ങോട്ട് പുതിയ സ്ഥലത്തേക്ക് മാറി. വളരെ നന്നായി പോകുന്നു. പലതരത്തിലുള്ള പേഷ്യൻസ് വരുന്നുണ്ട്. ജനറൽ പ്രാക്ടീസാണ് കൂടുതലായും ചെയ്യുന്നത്. ഞാനൊരു പെരിഡോണ്ടിസ്റ്റാണ്, മോണരോഗ വിദഗ്ധയാണ്. അപ്പോൾ നമുക്കറിയാം, ഒരു 30 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും തന്നെ മോണയ്ക്ക് ചെറുതായിട്ട് കംപ്ലയിൻ്റ് ഉണ്ടാകും. ചെറുതായിട്ട് മോണയിൽ നിന്ന് ചോര വരും, അല്ലെങ്കിൽ ഹാലിറ്റോസിസ് എന്ന് പറയുന്ന വായ്ക്കൊരു ബാഡ് സ്മെല്ലുണ്ടാകും, അല്ലെങ്കിൽ മോണയിൽ നിന്ന് പഴുപ്പ് വരും. അങ്ങനെ പലതരത്തിലുള്ള മോണരോഗങ്ങളുണ്ട്. അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ പ്രവാസികളായ നമുക്ക് മിക്കവാറും ഉള്ളവർക്കൊക്കെ പ്രമേഹം എന്ന രോഗമുണ്ട്. അപ്പോൾ അതിനായിട്ട് മെയിൻ നമ്മൾ കാണുന്ന മോണയ്ക്ക് എപ്പോഴും അവർക്ക് പ്രശ്നമുണ്ട്. ഒരു ക്രോണിക്കായിട്ട് അവർക്ക് മോണയ്ക്ക് അസുഖം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അവർ ക്ലിനിക്കിൽ വരുമ്പോൾ അതിൻ്റേതായ എല്ലാ ട്രീറ്റ്മെൻറ്റും ചെയ്തു കൊടുക്കും. പിന്നെ പീരിയോഡിക്കായിട്ടുള്ള ചെക്കപ്പുകളൊക്കെ ചെയ്യാൻ അവരോട് നമ്മൾ നിർദ്ദേശിക്കാറുണ്ട്. അവരത് മാനിച്ച് വരാറുണ്ട്. ഭക്ഷണക്രമം കൊണ്ട് ദിവസവും രാത്രി ബ്രഷ് ചെയ്തിട്ട് കിടക്കുകയാണെങ്കിൽ ഭക്ഷണക്രമം കൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല. അതേസമയം അതിൻ്റെ കൂടെ എന്തെങ്കിലും സിസ്റ്റമിക് ഒരു ഡിസീസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ആദ്യം ചെയ്യണം. എന്നിട്ട് നമ്മൾ പല്ലിനുള്ള ട്രീറ്റ്മെൻറ്റും മോണയ്ക്കുള്ള ട്രീറ്റ്മെൻറ്റും കൂടെ അതിൻ്റെ സൈഡ് ബൈ സൈഡായിട്ട് ചെയ്തു കൊടുക്കണം. അപ്പോൾ പൂർണ്ണമായിട്ടൊരു പരിഹാരമാകും. ഈ മാനസിക സമ്മർദ്ദവും അതുപോലെ തന്നെ ദന്തൽ പ്രശ്നമൊക്കെയുള്ള പ്രവാസി മലയാളികളോട് താങ്കൾക്ക് കൊടുക്കാനുള്ള ഒരു നിർദ്ദേശം എന്തായിരിക്കും? പ്രവാസി മലയാളികളുടെ അടുത്ത് എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് പറയാനുള്ളത്, നമ്മുടെ ഏറ്റവും കൂടുതലുള്ള പ്രശ്നം ഇപ്പോൾ ജോലി സംബന്ധമായിട്ട് അല്ലെങ്കിൽ ഫൈനാൻഷ്യലായിട്ട് ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ പ്രവാസികൾ ഇവിടെയുണ്ട്. അപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യം അവരുടെ ഈ മാനസികമായ പിരിമുറുക്കം കുറഞ്ഞ്, അതായത് മനസ്സ് സ്വതമായ അവസ്ഥയിലേക്ക് കൊണ്ടുവരിക. അതിന് ഈ ശ്വസനക്രിയയും കുറച്ച് യോഗയും ബ്രീത്തിങ് എക്സസൈസും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ ഇപ്പോൾ പ്രത്യേകിച്ച് ഗൾഫിൽ, ഫോർ എക്സാമ്പിൾ ഡയബറ്റീസ്, പ്രഷർ, ഷുഗർ,
കൊളസ്ട്രോള് എല്ലാവർക്കും ആർക്ക് ചോദിച്ചാലും പറയാം ഷുഗറുണ്ട്, കൊളസ്ട്രോളുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം ഇതിനൊക്കെ ഒരു മാറ്റം വരുത്താനായിട്ട് നമ്മൾ റെഗുലറായിട്ട് വ്യായാമം ചെയ്യണം, ഭക്ഷണ രീതികളെ കുറിച്ച് കൺട്രോൾ ചെയ്യണം. അതുപോലെ തന്നെ മാനസിക പിരിമുറുക്കം കുറയ്ക്കാനായിട്ട് ഇതുപോലുള്ള ആർട്ട് ഓഫ് ലിവിങ് പോലുള്ള യോഗ, അതുപോലെ തന്നെ ബ്രീത്തിങ് എക്സർസൈസ് ഇടയ്ക്ക് ചെയ്യുന്നത് വളരെ നല്ലതാണ്.